നമസ്കാരം. ഇന്നത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി വ്യവസായ രംഗത്ത് മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സമുന്നതനായ നേതാവ്, അതിന് പുറമെ മതമൈത്രിയുടെ വക്താവ് എന്ന് വേണ്ട, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സാധാരണ പറയാറുണ്ട് രണ്ടരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക എന്ന്. ഇത് രണ്ടരപ്പുറത്തിൽ നിൽക്കില്ല, അദ്ദേഹം ഏതൊക്കെ പദവികൾ അലങ്കരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ വലിയ 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 വ്യക്തിത്വത്തിന് ഉടമയായ ജനാബ് മുഹമ്മദ് ഹാജി അവർകളെ നമുക്ക് ഈ വേദിയിലൂടെ പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. മെട്രോ മുഹമ്മദ് ഹാജി എന്നാണല്ലോ താങ്കളെ അറിയപ്പെടുന്നത്. എന്താണ് ഈ മെട്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെട്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1970-ലാണ്. 1970 കാഞ്ഞങ്ങാട് വ്യാപാരമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ആദ്യമായിട്ട് ഒരു ഹോട്ടൽ ബിസിനസ്സാണ് തുടങ്ങുന്നത്. അതിൻ്റെ പേര് അന്ന് ഇട്ടത് മെട്രോപോൾ ഹോട്ടൽ. ആ മെട്രോപോൾ ഹോട്ടൽ 5 കൊല്ലത്തോളം നടത്തി. പിന്നെ 75 ഗൾഫിൽ പോയി. 75 അതിനുശേഷം അവിടെയും ബിസിനസ് ആയി തുടങ്ങിയത് ആദ്യം എല്ലാം മെട്രോ എന്നിട്ടാണ്. ആ പേര് തന്നെ പിന്തുടർന്ന് പോയി. ആ പേര് നമുക്ക് ചേർന്നു. അത് നമുക്കന്ന് തോന്നി നല്ലൊരു പേരാണത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ അംഗീകരിച്ചല്ലേ. മെട്രോ റെയില്, മെട്രോ ഇവിടെ മെട്രോ സിറ്റി, മെട്രോ. അപ്പോൾ അതൊരു പ്രസക്തിയില്ല ഇതാണ്. അതുമാതിരി നമ്മുടെ സ്ഥാപനം നന്നായി ആ ലെവലിൽ പോകുന്നുണ്ട്. ഇന്നും മെട്രോ എന്ന് പറയുന്ന ഒരു പേരിന് സജീവമായ സാന്നിധ്യം ഉണ്ട്. ആ പേര് തന്നെ പിന്തുടർന്ന് പോകുന്ന അങ്ങയുടെ പേരിനോടൊപ്പം തന്നെ മെട്രോ എന്നുള്ള ആ പേരിനോടൊപ്പം ചേർത്ത് പറയുന്നത് കൊണ്ട് തന്നെ ആ പഴയ ജീവിതത്തോട് ഇന്നും തീർച്ചയായിട്ടും പഴയ ജീവിതം ഓർമ്മിക്കുന്നു എന്നുള്ളത് അറിയുന്നതും പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തൊക്കെ പദവികളാണ്? കാരണം ഞാൻ ഒരുപാട് കേട്ടു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ ബിസിനസ് രംഗത്ത് പോയി 1990 വരെ അങ്ങനെ ബിസിനസ് രംഗമായി ദുബൈയിലും ഗൾഫിലും എല്ലാം തുടർന്നത്. പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് അന്ന് മുതലേ 70 മുതലേ ഞാനിവിടെ ഈ മുസ്ലിം ലീഗായിട്ട് വളരെ ബന്ധം, പാണക്കാട് കുടുംബമായിട്ടും ലീഗുമായിട്ടെല്ലാം വളരെ ബന്ധമുള്ളതാണ്. അപ്പോൾ അന്നാണ് നല്ലത്, നമുക്ക് ലീഗാണെന്ന് തോന്നി അതിലൊന്ന് ഉറച്ച് നിന്ന് ആ പദവി കൊണ്ടാണ് നമുക്ക് കൂടുതൽ പ്രസിദ്ധി ആർജിക്കാൻ കഴിഞ്ഞത്. കാരണം ഏറ്റവും സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് പാണക്കാട്. രാഷ്ട്രത്തിന് ഉപരി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്നും നിലനിൽക്കുന്നത് ഈ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തും ഏറ്റവും മതസൗഹാർദ്ദവും സഹോദര്യവുമാണ്. തീവ്രവാദത്തിൻ്റെ എതിരാണ്. അതാണ് ഏറ്റവും എനിക്ക് ഈ
അവിടെ നിന്നാണ് എനിക്ക് ഇത് ഉപദേശനിർദ്ദേശം കിട്ടുന്നത്. അതാണ് ഇന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കാൻ സാധിച്ചത്. അവിടെ നിന്ന് കിട്ടിയ അതേ സന്ദേശം അവിടെ ആര് പോയാലും നല്ല ശാന്തിയും സമാധാനത്തോടും നമുക്ക് വരാം. തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ എതിരായിട്ടുള്ള നിർദ്ദേശമാണ് അവിടെ കിട്ടുന്നത്. അത് നമുക്ക് അത് അപ്പടി ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഏതൊക്കെ വ്യക്താക്കളുമായിട്ടാണ് ഇന്ന് ബന്ധം? മതങ്ങളുടെ ആചാര്യന്മാർ ആരൊക്കെ? അത് ആചാര്യന്മാർ മുസ്ലിംസ് ആണെങ്കിൽ തുടക്കം പാണക്കാട് തങ്ങൾ മുതൽ നമ്മുടെ സമസ്തൻ്റെയും അതുമാതിരിയുള്ള വലിയ വലിയ ഉന്നതരായ പണ്ഡിതന്മാർ മരണപ്പെട്ട കെ അതുമാതിരിയുള്ളത് ചർച്ചിൽ പിന്നെ അമ്പലത്തിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എടനീർ സ്വാമിയാണ്. അയാളെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. എടനീർ സ്വാമിയാണ് എന്ന് പറഞ്ഞാൽ അയാൾ അമ്പലമായിട്ട് പിന്നെ അമ്പലത്തിൻ്റെ പാറ്റേൺ കൂടിയാണല്ലോ. അതെ അതെ. അത് ഇവിടെ ഒരു 150 വർഷത്തിന് ശേഷം ഒരു ഇതുണ്ടായിരുന്നു, അമ്പലത്തിൻ്റെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അത് ഇവിടെ മാണിക്കൊത്ത്. അത് അന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിന് ജാതി മതമന്യേ എല്ലാവരും മെമ്പർമാരും അതിൻ്റെ മാണിക്യ മംഗലം ക്ഷേത്രത്തിൻ്റെ അത് 10ഓളം ദിവസം നിന്ന് ഭയങ്കര നന്നായിരുന്നു. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി അത് മാറിയത്. പിന്നെ അല്ലാതെ പിന്നെ ചർച്ചപരമായിട്ട്, അതായത് ക്രൈസ്തവ സഭകളുമായിട്ട് എങ്ങനെയാണ്? ഞാൻ എല്ലാം ഇപ്പോൾ ഒരു കാഞ്ഞങ്ങാട് ഒരു മതപണ്ഡിതൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു മതപണ്ഡിതൻ്റെ വലിയ ഞാനൊരു കാഞ്ഞങ്ങാട് സമുദായത്തിൻ്റെ കാഞ്ഞങ്ങാട് ജമാഅത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മദ്രാസ് ചർച്ചിൽ പോകേണ്ടി വരും, അമ്പലത്തിൽ പോകേണ്ടി വരും. അത് ഏറ്റവും പല ചർച്ചിൽ ഇവിടെ പോകാറുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് കൂടുതൽ ഇതിനും ഒരു സൗഹാർദ്ദം ഒരു ഇത് ഊട്ടിയുറപ്പിക്കാൻ കിട്ടിയത് ഈ വേളി ചർച്ചാണ്. വേളി ചർച്ചിൻ്റെ അല്ല പേരെനിക്ക് സോറി അയാൾ അതും കൂടി അതാണ് ഏറ്റവും ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആൾ കൂടുന്ന ഇതാണ്. അവിടെയും ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്കൊരു മനസ്സമാധാനത്തോടു കൂടി എല്ലാം ഒറ്റക്കെട്ടാണ്. ഈ തീവ്രവാദം ഭീകരവാദത്തിന് ഇതിനെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു യോജിച്ചു പോകാൻ പറ്റുന്ന ആ സംഘടനയും ആ മതസ്ഥാപനത്തിലെല്ലാം ഞാൻ പോകാറുണ്ട്. ഭീകരവാദം ഇപ്പോൾ കൂടുതലായിട്ട് വളർന്നു വരികയാണല്ലോ. ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഭീകരവാദത്തിനും പറ്റുന്ന ഏകദേശം ഇത് രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞാൽ അവരൊരു മുതലെടുപ്പിന് വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദം എന്ത് ചില സന്ദർഭത്തിൽ മനുഷ്യനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് ഒരു രാത്രി ഉണ്ടാകുന്ന പിറ്റേന്ന് ഉണ്ടാകുന്നില്ല. അപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ല നാളെ എന്ത് വരും എന്നുള്ളത്. കുറേയധികം രാഷ്ട്രീയത്തിൽ തെറ്റിദ്ധാരണ കൂടിയാണ് ഇത്. മതം ഒരു പ്രാവശ്യം ഒരു ഉറച്ച മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് ഒരു കാലത്തും തീവ്രവാദം ഭീകരവാദത്തിൽ കയറാൻ പറ്റില്ല. മതസ്നേഹത്തിൻ്റെ ഭാഷയിൽ പോകാൻ പറ്റൂല. അപ്പം ഞങ്ങളിൽ തന്നെ ഖുർആനിൽ പറയുന്ന ഒരു നമ്മൾ റസൂൽ ഞങ്ങളുടെ നബിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അദ്ദേഹത്തിൻ്റെ പറയുന്നത് പറഞ്ഞാൽ ഒരു വഴിയിൽ പോകുന്ന ഏത് സമുദായത്തിൽപ്പെട്ട ആൾ തടസ്സമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കല്ലോ ഒരു മുള്ളോ ഉണ്ടെങ്കിൽ അത് നീക്കി കൊടുക്കണം. അത്രയും ഊട്ടി ഉറപ്പിക്കണം. അന്യ മതസ്ഥർക്ക് പോലും നമ്മുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് എനിക്കെല്ലാം പറയാൻ അറിയും. അപ്പോൾ അത്രയും ഇതാണ് നമുക്ക് കിട്ടിയത്. അതുമാതിരി ഇപ്പോൾ ചില സ്ഥലത്ത് ഞാൻ പോകും, ചർച്ചിൽ പോകും, അമ്പലത്തിൽ പോകും. അതും അവരൊരു ഇത് നിർദ്ദേശം കിട്ടുന്നത് നന്നായിട്ട് കേൾക്കാൻ. പിന്നെ ജനങ്ങൾ കുറേ പത്രം കുറേ രാഷ്ട്രീയക്കാർ ഇങ്ങനെ എഴുതിയിടുന്നിട്ട് മാതിരി ഒന്നുമില്ല. അടുത്ത് മതത്തോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീവ്രവാദം വികാരത്തിന് ഒരു പ്രസക്തി ഇല്ല. മതത്തെ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. അതെ, ഭയങ്കരമായിട്ട് വിശ്വസിക്കും. മതത്തിന് കൂടിയാണ് ബാക്കിയല്ല. മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 5 നേരം നിസ്കരിക്കും, എല്ലാ ചടങ്ങിനും പോവും. അതെല്ലാം പറയുന്നത് ഉത്സവത്തിന് പോയിട്ട് അവിടെ ആശംസ നടത്തും. അതുമാതിരി ഞങ്ങളെ മതപരമായ ചടങ്ങിനെല്ലാം പോയിട്ട് അവിടെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് പോയപ്പോഴുണ്ടായ അനുഭവം എങ്ങനെയാണ്? അതുമായിട്ട് പോയിട്ടാകുമ്പോൾ അവിടെ ഒരു നമുക്കൊരു സമാധാനമാണ് മനസ്സിൽ. അതായത് വീണ്ടും വീണ്ടും പോകാമെന്നുള്ള ഒരു ഇത് വരും. മനസ്സിൽ ഏറ്റവും ശാന്തി സമാധാനം എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ശുദ്ധിയായ മനസ്സ്. ചെറിയ കുട്ടികളായി എല്ലാം മറക്കും. ചെറിയ എന്ന് പിറന്നു വന്ന കുട്ടികൾ പോലെ തിരിച്ചു വരും. മനസ്സ് മുഴുവൻ വരും. അത് പോയിട്ട് വന്നാലും അതന്നെ വന്നാലും ഒരു ഇതുമാതിരിയുള്ള ഒരു തീവ്രവാദ തെറ്റായ പ്രവൃത്തിയിലേക്ക് പോകാൻ മനസ്സ് തോന്നിക്കില്ല മിക്കവാറും.